ഇത് പ്രീവിയസ് ഇയറിലെ മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ AOA ആൻഡ് AON, അതായത് ആക്ടിവിറ്റി ഓൺ ആർക്ക് ആൻഡ് ആക്ടിവിറ്റി ഓൺ നോഡ്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. വിത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആക്ടിവിറ്റി എന്താണ്, ഇവൻറ്റ് എന്താണെന്ന് എഴുതണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരയ്ക്കേണ്ടത്. ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിപ്പിക്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഫസ്റ്റ് AON നെറ്റ്വർക്കിൽ കാണാം 1 2 3 4 5 ആ ഒരു സംഭവമാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫിക്കൽ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്, സർക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യാതെ എഴുതുന്നത്. ഓക്കെ, ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആരോ വെച്ചിട്ട് നമ്മൾ ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഇവൻറ്റിലായിരിക്കും. ആരോ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ AOA നെറ്റ്വർക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും 1 2 3 5. അതിന് നേരെ ഓരോ ആരോസ് ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആരോയുടെ മുകളിൽ നമ്മൾ ABC എന്ന് കൊടുത്തിരിക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ വായിച്ച് നോക്കുക. AOA network assumes that preceding activities must be 100% complete to start a new activity. Above diagram represents a project with 3 activities A, B, C. അതായത് ഒരു പെർട്ടിക്കുലർ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് അല്ലെങ്കിൽ AOA നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ പെർട്ടിക്കുലർ B ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ A ആക്ടിവിറ്റി ഫിനിഷ് ആവണം. C ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ B ആക്ടിവിറ്റി ഫിനിഷ് ആവണം. അതിനെയാണ് ആരോ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും എന്താണ്, പ്രീവിയസ് ആക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ AOA നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് AON നെറ്റ്വർക്ക്, വിച്ച് മീൻസ് ദാറ്റ് ആക്ടിവിറ്റി ഓൺ നോഡ്. അതിൽ മെയിൻലി 4 കാറ്റഗറീസ് ആണുള്ളത്. AOA നെറ്റ്വർക്ക്സിൽ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് AON നെറ്റ്വർക്ക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഇഷ്യൂസ്, ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് AON നെറ്റ്വർക്ക്സ് എന്ത് ചെയ്യുന്നത് ഉള്ളത്, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഫിനിഷ് ടു സ്റ്റാർട്ട്. അപ്പോൾ ആ ഒരു ഡയഗ്രാം നോക്കിക്കേ. എന്ന് ബിയിലേക്കാണ്, അവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, N ആണ്. അതിന് താഴെ N എന്ന് പറയുന്നത് ലാഗ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ആക്ടിവിറ്റി B ക്യാൻ സ്റ്റാർട്ട് ആഫ്റ്റർ N days from finishing of activity A and N is the lag that finish of A. അതായത് ആക്ടിവിറ്റി B എപ്പോഴേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ടിവിറ്റി B എപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ടിവിറ്റി A ഫിനിഷ് ആയത്. അത് നേരത്തെ നമ്മൾ ആരോ വെച്ചിട്ടായിരുന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പം എന്താണ്, നമ്മൾ സ്ക്വയർ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. B എപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, A ഫിനിഷ് ആയതിനു ശേഷം. ആ Nനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡ് നോക്കിക്കേ, സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്. അപ്പം അതിൽ ആ ഡയഗ്രത്തിൽ നിന്ന് എവിടെ നിന്നാണ് ആരോ പോകുന്നത് നോക്കിക്കേ. എൻ്റെ സ്റ്റാർട്ടിൽ നിന്ന് ബീൻ്റെ സ്റ്റാർട്ടിലേക്ക് അല്ലേ, താഴെ എഴുതി വായിക്കൂ. ആക്ടിവിറ്റി B സ്റ്റാർട്ട്സ് N days ആഫ്റ്റർ സ്റ്റാർട്ട് ഓഫ് ആക്ടിവിറ്റി A അല്ലേ. ആക്ടിവിറ്റി A സ്റ്റാർട്ട് ചെയ്ത് N ഡേയ്സിന് ശേഷം എന്ത് ചെയ്യും, B സ്റ്റാർട്ട് ചെയ്യും. അതാണ് സ്റ്റാർട്ടിൽ നിന്ന് സ്റ്റാർട്ടിലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫിനിഷ് ടു ഫിനിഷ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുമല്ലോ, ആക്ടിവിറ്റി B മസ്റ്റ് ഫിനിഷ് N days ആഫ്റ്റർ ഫിനിഷിങ് ആക്ടിവിറ്റി A അല്ലേ. ആക്ടിവിറ്റി A ഫിനിഷ് ചെയ്ത് N ഡേയ്സിന് ശേഷം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റി B ഫിനിഷ് ആവുന്നത്. ആക്ടിവിറ്റി B ഫിനിഷ് മസ്റ്റ് ഹാവ് N days ആഫ്റ്റർ ഫിനിഷിങ് ഓഫ് ആക്ടിവിറ്റി A. രണ്ടും എന്താണ്, കണക്റ്റഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് സ്റ്റാർട്ട് ടു ഫിനിഷ്. അതായത് ഒന്നിൻ്റെ സ്റ്റാർട്ടും മറ്റേതിൻ്റെ ഫിനിഷും. ആക്ടിവിറ്റി B മസ്റ്റ് ഫിനിഷ് N days ആഫ്റ്റർ സ്റ്റാർട്ട്സ് ഓഫ് ആക്ടിവിറ്റി A അല്ലേ. ആക്ടിവിറ്റി B എപ്പോൾ ഫിനിഷ് ആവും, A സ്റ്റാർട്ട് ചെയ്ത് N ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി B എന്താവും, ഫിനിഷ് ആവും. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്. അതായത് നേരത്തെ ചോദിച്ച AOA ആക്ടിവിറ്റി ഓൺ ആരോ നെറ്റ്വർക്ക്സും ആക്ടിവിറ്റി ഓൺ നോഡ് നെറ്റ്വർക്ക്സും. ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഓരോന്നും ഫിനിഷ് ടു സ്റ്റാർട്ട് എന്താണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് എന്താണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 8 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും.